അപ്പോൾ ഇന്ന് നമുക്ക് 2026 എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴാണോ ഇതിന് ടൈം കിട്ടിയതെന്ന്. സത്യം പറഞ്ഞാൽ 2025 ഡിസംബർ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ എൻ്റെ ഗോൾസൊക്കെ വരുന്ന പിക്ചേഴ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ അതൊന്ന് പ്രിന്റ് ചെയ്തെടുക്കാൻ നല്ലോണം താമസിച്ചു. എന്തായാലും ഇതിപ്പോൾ ജസ്റ്റ് ഫെബ്രുവരി അല്ലേ ആയുള്ളൂ, ഇനിയും കിടക്കുന്നു 10 മാസം. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ ഞാൻ ബോർഡ് സെറ്റാക്കാനായിട്ടൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ബോർഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പാടുണ്ടാവുമല്ലോ, അവിടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർഡ്ബോർഡിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഒരു റെഡ് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് ഒക്കെ ഒട്ടിക്കുമ്പോൾ ഈ കളർ പേപ്പർ ഒന്നും കാണാൻ പോകുന്നില്ല. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കളർ പേപ്പറിന്റെ റെഡ് കളർ മുത്തന്റെ മൈലാഞ്ചി ഇട്ട പോലെ എന്റെ കൈ പറ്റിയിട്ടുണ്ട്. ഇതാണെങ്കിൽ കഴുകി കളഞ്ഞിട്ടാണ് പോകുന്നും ഉണ്ടായിരുന്നില്ല, ഒരു വിധത്തിൽ ഞാൻ കഴുകി കളഞ്ഞു. അപ്പോൾ ദേ ഇതൊക്കെയാണ് ഞാൻ പ്രിന്റ് എടുത്ത് വെച്ച എന്റെ ഗോൾസ്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ മറന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും കുറച്ചിട്ടില്ല, എല്ലാം അങ്ങ് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് പരിപാടി ഇതെല്ലാം ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കും. ഇതിൽ മുടിയൊന്നും കണ്ട് ഞെട്ടണ്ട, മുടി ഈ വർഷത്തെ എൻ്റെ വലിയൊരു വിഷാണ്. ഈ വർഷം തീരുന്നതിനേക്കാളും മുമ്പ് എനിക്കിത് ഇത്രയും മുടി വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ മുടിയുടെ കാര്യം പറയുവാണെങ്കിൽ മുടി ഒന്ന് വളർന്നു വരുമ്പോൾ തന്നെ അതൊരു മിഡ് ലെങ്ത് വെട്ടാൻ എനിക്കൊരു ത്വര വരും. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല, മുടി വെട്ടാണ്ട് വളർത്തണം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ഇല്ലാണ്ട് എന്ത് വിഷൻ ബോർഡ്, ഒരു ഹാപ്പി ഫാമിലി എപ്പോഴും നമ്മുടെ ഒരു വിഷാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്ലേ ബട്ടനാണ്. പിന്നെ യൂട്യൂബ് ചാനലുള്ള എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ലക്ഷ്യം സിൽവർ പ്ലേ ബട്ടൺ ആണല്ലോ. അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഈ വർഷം ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ നമ്മുടെ കട്ടിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ, നമ്മുടെ ബോർഡിലായിട്ട് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബോർഡിൽ ഒട്ടിക്കണേക്കാളും മുമ്പ് ഞാൻ എല്ലാം ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്, നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ബോർഡിൻ്റെ അകത്ത് കൊള്ളില്ല, അതിൽ കൂടുതൽ വിഷസ് നമുക്കുണ്ട്. നമുക്ക് മീൻസ് എനിക്ക്. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് എടുത്തു മാറ്റി എല്ലാം ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അസംബിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശമൊക്കെ കൊള്ളുന്നുണ്ട്. പിന്നെ കുറച്ച് റൈറ്റിങ്സേ ഉള്ളൂ, അത് നമുക്ക് ഇതിൻ്റെ ഇടക്കായിട്ടൊക്കെ ഒട്ടിക്കാം. നമ്മൾ വെച്ച പോലെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കണേക്കാളും മുമ്പ് തന്നെ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കാനിരുന്നത്. പിന്നെ ഈ ഒരു വർഷം തുടങ്ങിയ ഇടക്ക് എവിടെ നോക്കിയാലും വിഷൻ ബോർഡിന്റെ വീഡിയോസ് ആയിരുന്നു, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും. അതുകൂടിയൊക്കെ കണ്ടിട്ടാണ് എനിക്കിത് ഉണ്ടാക്കാൻ ഒരാഗ്രഹം വന്നത്. പിന്നെ വലിയ ചിലവുള്ള പരിപാടിയൊന്നും അല്ലല്ലോ, കുറച്ച് പിക്ചേഴ്സ് മാത്രം ഒന്ന് പ്രിന്റ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എല്ലാ പിക്ചേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് കോഡ്സ് ആണ്, അത് അവിടെ ഇവിടെ പിക്ചേഴ്സിന്റെ പുറത്തായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്തായാലും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഇതിൽ എന്തൊക്കെ നടന്നു നടന്നില്ല എന്ന് ഈ വർഷം ലാസ്റ്റ് നോക്കണം. നിങ്ങളും എന്നെ പോലെ 2026 തുടങ്ങിയിട്ട് ഇതുവരെ വിഷൻ ബോർഡ് ഉണ്ടാക്കാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴും താമസിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴായാലും ഉണ്ടാക്കാം. പിന്നെ ഈ വിഷൻ ബോർഡിലെ ഇങ്ങനെ പിക്ചേഴ്സ് തന്നെ ഒട്ടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ജസ്റ്റ് വിഷസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചാലും. എന്തായാലും വിഷൻ ബോർഡ് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആ റീലിലൊക്കെ കാണാൻ ആ ഒരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വിഷൻ ബോർഡ് ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ടേ, അതിന് വേണ്ടി ഒരു ഹാങ്ങിങ് കൂടി സെറ്റാക്കാം. അതിന് മുന്നേ എൻ്റെ വിഷൻ ബോർഡിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഹാങ്ങിങ്ങിനായിട്ട് ഞാനിവിടെ ജൂട്ട് ത്രെഡാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഹാങ്ങിങ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷൻ ബോർഡിന്റെ കംപ്ലീറ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഇത് ഇവിടെ വെക്കും എന്നുള്ളതാണ്. പിന്നെ ഈ വിഷൻ ബോർഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഇത് നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഹാങ് കൂടി ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ടേബിളിന്റെ ഫ്രണ്ടിലത്തെ വോളിൽ തന്നെ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ഒരു ലൈക്കും.